പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടിവി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനത്തിലെ 118:24 ഇത് കർത്താവ് നമുക്ക് നൽകിയ ദിവസമാണ്, നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. ഓരോ ദിവസവും കർത്താവ് നമുക്ക് നൽകുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ തുടങ്ങുന്നത് തന്നെ ദുഃഖത്തോടെ വിഷമത്തോടെ ഒക്കെ ആയിരിക്കാം. അല്ല, ഓരോ ദിവസവും കർത്താവ് നൽകുന്നതായതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും പറ്റും. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ കൃപാവരമാണ്. പരിശുദ്ധാത്മാവിന് ഫലങ്ങളിൽപ്പെട്ടതാണ് സ്നേഹം, സന്തോഷം അല്ലെങ്കിൽ ആനന്ദം എന്നൊക്കെ പറയുന്നത്. നമുക്കതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നലെ ഏതെങ്കിലും കാര്യം നമ്മളെ ദുഃഖിപ്പിച്ചതായിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിന് സമർപ്പിച്ചിട്ട്, പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറഞ്ഞ് ഞങ്ങളുടെ ദുഃഖഭാവങ്ങളെല്ലാം ഞങ്ങൾ നെടുത്തു മാറ്റി ഞങ്ങളെ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ ലൂക്കായുടെ സുവിശേഷം 1:26 പരിശുദ്ധ അമ്മയെ നമുക്ക് ഓർത്തുകൊണ്ട് ഈ ശുശ്രൂഷയെ, നമ്മുടെ നല്ല നിയോഗങ്ങളെ ഒക്കെ കർത്താവിന് സമർപ്പിക്കാം. അമ്മയിലൂടെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ നിയോഗമായിട്ട് നമുക്കൊരു കാര്യം ഓർക്കാം. ഏതെങ്കിലും തരത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയാലും നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവകൃപ അവരിൽ നിറയാനായിട്ട്, അവരുടെ ദുഃഖം സന്തോഷമായി മാറാനായിട്ട് നമുക്ക് അങ്ങനെയുള്ളവരെ പ്രത്യേകം ഓർത്ത് ഒരു നിയോഗം പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയെ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ പ്രത്യേകമായ കർത്താവിന് സമർപ്പിച്ച് സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സുകൾ നിറയാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ അമ്മയെ സ്തുതിച്ചുള്ള പ്രാർത്ഥനയിലൂടെ നമുക്കിതെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് അപേക്ഷിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മളിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുക്കുന്ന ഒരു വചനഭാഗം പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യോസാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 27 മുതലുള്ള വചനങ്ങളാണ്. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന്
വിശുദ്ധർക്ക് കൊടുത്തിരിക്കുന്നു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായ ഒരു സന്ദേശമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുക. നമുക്കറിയാം, ആദിമസഭയിലെ എല്ലാവരെയും അദ്ദേഹം വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അന്ന് വിളിച്ചിരുന്നത് വിശുദ്ധരെന്നായിരുന്നു. എല്ലാ ക്രിസ്ത്യാനികളും വിശുദ്ധരായിട്ട് അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും വിശുദ്ധർക്ക് എഴുതുന്നത് എന്നൊക്കെ നമ്മൾ ഈ ലേഖന ഭാഗത്തൊക്കെ പലപ്പോഴും കാണുക. നമുക്ക് ക്രിസ്തു നമ്മളിലുണ്ട് എന്നൊരു ബോധ്യം, അല്ലെങ്കിൽ ദൈവം നമ്മളിലുണ്ട് എന്നൊരു ബോധ്യം ചില ആളുകൾക്ക് തമ്പുരാനില്ലല്ലോ. നിരീശ്വരവാദമോ അതുപോലുള്ള തത്വചിന്താപരമായ കാര്യങ്ങളോ ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾക്കൊക്കെ ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഇല്ല. അതുകൊണ്ടാണ് ഈശ്വരത്വം എന്നൊക്കെ നമ്മൾ പറയുക. ബൈബിളിൽ പോലും ഉണ്ട് ദൈവമില്ലെന്ന്. അതാരാ പറഞ്ഞെന്നറിയാമോ? 14-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കും, മൂഢൻ തൻ്റെ ഉള്ളിൽ പറഞ്ഞു തനിക്ക് മുകളിൽ ദൈവമില്ല എന്ന്. തനിക്ക് മുകളിൽ ദൈവമില്ല എന്ന് പറഞ്ഞ ആളെ ബൈബിൾ വിളിക്കുന്നത് മൂഢൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ആ ദൈവത്തിൻ്റെ കാൽപ്പാദങ്ങൾ ജീവിതം സമർപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തിയല്ലാതെ ദൈവമില്ല എന്ന് പറയുന്ന മൂഢത്തരമാണ് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മൂഢന്മാരാവാതിരിക്കുക. ദൈവമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എങ്ങോട്ടാണ് പലപ്പോഴും നോക്കുക? ദൈവത്തെ അന്വേഷിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കും. പക്ഷേ ആരെങ്കിലും ദൈവത്തെ ഉള്ളിൽ തേടാറുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു അഷ്വറൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി മൂഢൻ പറയുന്നു ദൈവമില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള മൂഢത്തരങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തിരുവചനം നൽകുന്ന ചില സന്ദേശങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസിയുടെ നിരീശ്വരത്വം എന്ന് പറഞ്ഞൊരു ചിന്തയുണ്ട്. വിശ്വാസിയാണ്, മതവിശ്വാസിയാണ്, ഒരു മതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഉള്ളിൽ ദൈവമില്ലാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പം ഹൃദയത്തെക്കുറിച്ച് കർത്താവ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുന്നത്. ഹൃദയശുദ്ധി എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ ദൈവം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയ വിശുദ്ധിയുടെ തോതനുസരിച്ചാണ് നമ്മളിലെ ദൈവിക അനുഭവങ്ങൾ നമുക്കുണ്ടാകുക. നമ്മളൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിരിക്കുമ്പോൾ ഒരു ഗുണം തോന്നുന്നു, ഒരു ഉത്തേജനം തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ രസം തോന്നും, ഇങ്ങനെയൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മുഷിപ്പായിട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണ്? ഉള്ളിലെ ദൈവ അനുഭവമായി പ്രാർത്ഥന മാറുന്നില്ല, അല്ലെങ്കിൽ ഉള്ളിലെ ദൈവത്തെ തൊടുന്ന പ്രാർത്ഥന വരുന്നില്ല. ഉള്ളിൽ ദൈവിക അംശങ്ങളുടെ കുറവ് അനുഭവിക്കാൻ ഇടയാകുന്നു. അതുകൊണ്ട് ഒരു പ്രാർത്ഥന അനുഭവമാവുന്നില്ല. പലപ്പോഴും നിങ്ങളും ഞാനും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാ. നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് അനുഭവമായി തീരാത്തതിൻ്റെ കാരണം നമ്മുടെ ദൈവിക അംശം, നമ്മുടെ ഉള്ളിലെ ദൈവിക അംശം കുറഞ്ഞു പോയിട്ടുണ്ട്. വേനൽക്കാലത്തൊക്കെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ദൈവിക അംശം കുറഞ്ഞു പോകുമ്പോൾ ആത്മീയ കാര്യങ്ങൾക്കൊന്നും അർത്ഥമില്ലാതായിത്തീരുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ദൈവികമായ നിറവ് നമുക്കെപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ളതല്ലേ ഈ വിശുദ്ധ കുർബാന എന്നൊക്കെ നമ്മൾ പറയുന്നത്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് വിശുദ്ധ കുർബാന സ്വീകരണമൊന്നുമില്ല എന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവിക അംശം കുറഞ്ഞ് പിന്നെ പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല, പിന്നെ പാപബോധമില്ല, അല്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ഉൾപ്പെടാൻ സാധിക്കുന്നില്ല എന്നൊക്കെ വരും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ പറയാം. ഏതാണ്ട് 25 വർഷത്തെ കഥയാണ് എന്നോട് പറയുക. നമ്മുടെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ പോയി ധ്യാനം കൂടിയ മനുഷ്യൻ പിന്നെ എന്നെ കണ്ടപ്പോൾ ഞാനാ നിർബന്ധിച്ച് വേണം പറഞ്ഞു വിട്ടത്. അപ്പോൾ അവിടെ പോയി ധ്യാനം കൂടിച്ച് വന്നപ്പോൾ ഒരു അനുഭവം അദ്ദേഹം പറയുകയായിരുന്നു. അച്ഛാ, ഞാൻ 25 വർഷവും ഒരു ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോയി എന്ന് പറഞ്ഞാൽ വിവാഹശേഷത്തെ കഥ അദ്ദേഹം പറയുക. എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഞാൻ പള്ളിയിൽ പോയി. അവരെ പള്ളിമേൽ തിരക്കി വിടും, ഞാൻ ആരുടെയൊക്കെ ചുറ്റിപ്പിരി നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ പള്ളിയിൽ കയറുന്ന മുമ്പ് തന്നെ പള്ളി ചെറിയ പള്ളിയാണ്, വലിയ പള്ളിയൊന്നുമല്ല. അപ്പോൾ ആളുകളെല്ലാം വന്ന് പള്ളിയിൽ നിറയും. ഞാൻ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ സ്ഥലമില്ലെന്ന് വിചാരിച്ച് ഞാൻ ആ പുറത്തിരിക്കും. അപ്പോൾ പള്ളി നടയുണ്ടല്ലോ, ആ നടയിലിരുന്ന് അങ്ങോട്ട് നോക്കിയിരിക്കും, ടൗണിലേക്ക് നോക്കിയിരിക്കും. അങ്ങനെ 25 വർഷം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു.
പക്ഷേ ഞാൻ ഒരിക്കലും പള്ളിക്കകത്ത് കയറാറില്ല. ഞാൻ ആ നടയിലിരുന്ന് അങ്ങോട്ട് നോക്കിയിരിക്കും. കുർബാന കഴിയുമ്പം ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോകും. അങ്ങനെ 25 വർഷം കടന്നുപോയി. 25 വർഷത്തിൻ്റെ അവസാനം കല്യാണത്തിൻ്റെ ജൂബിലി വരുന്നു എന്ന് കേട്ടപ്പോൾ നിർബന്ധിച്ചു, പലരും നിർബന്ധിച്ചു. അച്ഛനും എന്നോട് പറഞ്ഞില്ലേ, ഓക്കെ. അങ്ങനെ ഞാൻ പോയതാച്ച. ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് ധ്യാന സെൻറ്ററിൽ, ഡിവൈനിറ്റി സെൻറ്ററിൽ ഞാൻ പോയി ധ്യാനം കൂടിയപ്പോഴാണ് എന്നെപ്പോലെ തമ്പുരാനിൽ അകന്നു കഴിയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടെത്തി. അവിടെ ചിലരോടൊക്കെ ഞാൻ വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. തമ്പുരാനെ കാണാൻ വന്നവരായിരുന്നു അവർ പലരും. വർഷങ്ങളായിട്ട് ദൈവമില്ലാതിരുന്ന, ഉള്ളിൽ ദൈവം ഇല്ലാതിരുന്ന ആളുകൾ അവിടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി ധ്യാനമൊക്കെ ഭംഗിയായിട്ട് കൂടി നന്നായിട്ട് ഞാനൊന്ന് കുമ്പസാരിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി എനിക്ക് തിരികെ തന്നു. ഹൃദയശുദ്ധി എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തമ്പുരാനെ കാണാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഇടവയിൽ വന്നച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ ഏറ്റവും മുമ്പിൽ പോയി നിന്നു. അന്നാ ഞാൻ അൾത്താര എങ്ങനെ ഇരിക്കുന്നത് കണ്ടെത്തിയത്, വൈദികന് ഇടുന്ന ഉടുപ്പിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടെത്തിയത്, അവിടെ കുർബാനയ്ക്ക് വിടുന്ന ആളുകളെ കണ്ടെത്തിയത്, എൻ്റെ പിറകിൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടെത്തിയത്. എന്നെ തൊട്ടു, ദൈവം എന്നെ തൊട്ടു, തമ്പുരാൻ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദൈവാനുഭവത്തിൽ നിന്ന് പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളി ഏറ്റവും മുമ്പിൽ വരാൻ തുടങ്ങി. പിന്നെ എനിക്കൊരാഗ്രഹം വന്നത്, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണ് ഇദ്ദേഹം. അത് എനിക്ക് ആ ബൈബിളൊന്ന് വായിക്കണം, ലേഖനമൊന്ന് വായിക്കണം താല്പര്യം. ഞാൻ ചെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇനി മുതൽ ലേഖനം വായിക്കാം. അച്ഛന് വളരെ സന്തോഷത്തോടെ അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് നൽകി. ഇപ്പം ഞാൻ അച്ഛാ എൻ്റെ പള്ളിയിൽ ലേഖനം വായിക്കുന്നത് ഞായറാഴ്ചകളിൽ, അത് മറ്റു പലർക്കും വലിയൊരു നല്ല മാതൃകയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ദൈവാനുഭവം ഇങ്ങനെ പങ്കുവെക്കുകയായിരുന്നു ആ മനുഷ്യൻ. ഉള്ളിലെ ദൈവത്തിൻ്റെ അംശം കുറഞ്ഞാണോ കൂടിയാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അംശം കുറഞ്ഞു പോകുമ്പോൾ പിന്നെ ദൈവാനുഭവം നമുക്ക് ഉണ്ടാവില്ല, പാപബോധം നമുക്കുണ്ടാകില്ല, പ്രാർത്ഥന നമുക്ക് അനുഭവമാകില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും. തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ജീവിതത്തിൽ കൂടിക്കൂടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൈവാനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ അംശത്തിൻ്റെ തോതനുസരിച്ചാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ഉള്ള ദൈവത്തിൻ്റെ ആ നിറവനുസരിച്ചാണ്. നമുക്ക് അതിനൊരു ക്രിസ്തുബോധം എന്ന് വിളിക്കാവോ എന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു ക്രിസ്തുബോധം, എല്ലാത്തിനും ഒരു ക്രിസ്തുബോധം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ വരുമ്പം ചില തെറ്റുകളെയൊക്കെ കൃത്യം തെറ്റായിട്ട് കാണാൻ പറ്റും, ചില ശരികളെയൊക്കെ കൃത്യം ശരിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമുക്കിതെല്ലാം പറഞ്ഞു തരുമ്പോൾ ആ ക്രിസ്തുബോധമാണ് നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവത്തെ കണ്ടെത്തി എന്തുമാത്രം ദൈവികത എൻ്റെ ഉള്ളിലുണ്ട് എന്ന ആ ഒരു അന്വേഷണത്തിന് മുമ്പിൽ നമ്മളെ നിർത്തിയിട്ട് നമുക്ക് കുറേ കൂടി ദൈവികതയുടെ നിറവുള്ളവരായി മാറാൻ പറ്റുമുണ്ട്. ഓൾറെഡി ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതിന് നമ്മുടെ കൂദാശകളൊക്കെ നമ്മളെ ഒത്തിരി സഹായിക്കുക. നമ്മുടെ ഉപസാരങ്ങൾ, നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വചനം അല്ലെങ്കിൽ വചനം കേൾക്കാനുള്ള നമ്മുടെ ആ താല്പര്യം, നന്മ ചെയ്യാനുള്ള നമ്മുടെ ആ പ്രത്യേകമായ ഒരു ഉത്സാഹം, ഇതെല്ലാം നമ്മളെ ദൈവിക അനുഭവം കൊണ്ട് നമ്മളെ നിറയ്ക്കും. അപ്പോഴായി മതവിശ്വാസം എന്നൊക്കെ പറയുന്നത് കൂടുതൽ അർത്ഥവത്തായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്കതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സുവിശേഷ വചനം വ്യാഖ്യാനിച്ച് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ അംശത്തെക്കുറിച്ച്, ദൈവികതയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. എന്തുമാത്രം ദൈവികത എനിക്ക് സ്വതന്ത്രമായി ദൈവം തരുന്നുണ്ട്. ഒരുപാട് ദൈവാനുഭവങ്ങൾ, അതിനുള്ള ഒരുപാട് അവസരങ്ങൾ, അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ട് എന്തുമാത്രം ദൈവികത എനിക്ക് എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. എന്നിട്ട് ദൈവികത നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മൾ ഇതേക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ നമ്മുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ അംശം കുറവായിട്ട് നമുക്ക് തോന്നുന്നുവോ? ചോദിക്കുക, അവൻ തരും, തരാതിരിക്കില്ല, നിറയെ തരും, ചോദിക്കുന്നിടത്തോളം തരും, അതിലപ്പുറവും തരും. ഇത് തമ്പുരാൻ്റെ വാഗ്ദാനങ്ങളുടെ രത്നച്ചുരുക്കമാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഈ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമാകാതെ ദൈവത്തിനു വേണ്ടി വിശക്കുകയും, ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഗാഡ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ദൈവത്തിനു വേണ്ടി, ദൈവ അനുഭവങ്ങൾക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാകാൻ കൂടി നമുക്ക് ശ്രമിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമ്മുടെ ആത്മീയ ജീവിതം വെറും അനുഷ്ഠാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ, അതോ
എൻ്റെ ദൈവാനുഭവത്തിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ദൈവാനുഭവത്തിൽ നിന്നാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്, എൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, എൻ്റെ കടമകൾ ഞാൻ നിറവേറ്റുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അംശം നമ്മൾ കുറവായി നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് കണ്ണുകളൊക്കെ അടച്ച് കണ്ണീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ഞങ്ങളിൽ വസിക്കുന്ന കർത്താവെ, ഞങ്ങളിൽ നിന്നെക്കുറിച്ചുള്ള ബോധ്യങ്ങളും നിന്നെക്കുറിച്ചുള്ള ബോധവും നിൻ്റെ അനുഭവങ്ങളും നിറയാൻ ഇടയാക്കണമേ. ഞങ്ങൾക്ക് ധാരാളം ദൈവ അനുഭവങ്ങൾ കിട്ടാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാത്തിനെയും ദൈവാനുഭവമാക്കി മാറ്റിക്കൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഈ ദിവസം ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും പിതാവായ ദൈവത്തിൻ്റെ രക്ഷകനായ ഈശോ മിശിഹായ്ക്കും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനും അർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം പ്രത്യേകമായിട്ട് നേടാം. നമ്മുടെ നാഥയായ അമ്മയായ പരിശുദ്ധ അമ്മയ്ക്കറിയാം നമുക്ക് എന്തുമാത്രം ദൈവികത ആവശ്യമുണ്ടെന്ന്. കാരണം അവൾ ദൈവത്തെ കൊണ്ട് നിറഞ്ഞവളായിരുന്നു. അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സ്വർഗീയ മധ്യസ്ഥരെയും, പ്രത്യേകമായി നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥൻ, നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനെ, അങ്ങനെയുള്ള സ്വർഗീയ മധ്യസ്ഥരെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് അവരൊക്കെ ദൈവ അനുഭവം കൊണ്ട് ജീവിച്ചവരാ, ദൈവത്തെ കൊണ്ട് നിറഞ്ഞവരായിരുന്നു അവരൊക്കെ. ആ ഒരു കൃപ പ്രത്യേകമായി നമുക്കിന്ന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദൈവത്തെ മറന്നു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദൈവാനുഭവം കിട്ടാൻ സാഹചര്യം ഉണ്ടായിട്ടും അതിനൊക്കെ അവഗണിച്ച് നടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മരിയ കൂടാരങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഇന്നത്തെ ജീവിതം മുഴുവനും കാവൽമാരാകെ നമുക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മളെ കാത്തു പരിപാലിക്കണമേ നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ഈ ശുശ്രൂഷ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനെയും ഗുഡ്നസ് ടിവിയെല്ലാം നമുക്ക് എന്നും പ്രാർത്ഥനയിൽ ഓർക്കണം. ഈ ശുശ്രൂഷയിലൂടെ അനേകർ ദൈവത്തിലേക്ക് അടുക്കാൻ, ദൈവ അനുഭവങ്ങൾ നിറഞ്ഞവരാകാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
നമുക്ക് പരിശുദ്ധ സഭയോട് ചേർന്ന് പ്രത്യേകമായി പരിശുദ്ധ മാർപ്പാപ്പായോടും മെത്രാൻ സംഘത്തോടും വൈദികരോടും സന്യസ്തരോടും ആത്മായ സഹോദരങ്ങളോടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് തലകൾ കുനിക്കാം. കണ്ണുകളൊക്കെ അടച്ച് ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതി പറയുന്നു, സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ നന്ദി, കർത്താവെ സ്തുതി, സ്തോത്രം, ആമേൻ, ആരാധന. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ കൃപയും പരിശുദ്ധാത്മാവിന് നിറവും ഞങ്ങളുടെ രക്ഷകനായ ഈശോമിശിഹായുടെ സാന്നിധ്യവും ഞങ്ങളുടെ ഹൃദയങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങേക്ക് സമർപ്പിച്ച് അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് നിറവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്ന് കർത്താവ് നൽകിയ നല്ല ദിവസമാണെന്നല്ലേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ. ആമേൻ.